ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീക്ക്ലി കറണ്ട് അഫയർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് മാറ്റേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. SSLCയുടെ പുതിയ പാഠപുസ്തകത്തിലെ ബയോളജി, ഫിസിക്സ് വിഭാഗങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ പ്ലേ സ്റ്റോറിലുണ്ട്. കാണാത്തവർ കാണുക. അതുപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ടും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് 2 കരാറുകൾ മരവിപ്പിച്ചതായിട്ട് കണ്ടു. അതിനോടൊപ്പം താൽക്കാലികമായി അടച്ചിട്ട ഒരു ഇടനാഴിയാണ് കർത്താർപൂർ ഇടനാഴി. ഏതാണ്? കർത്താർപൂർ ഇടനാഴി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി താൽക്കാലികമായി അടച്ചിട്ട ഇടനാഴിയാണ് കർത്താർപൂർ ഇടനാഴി. അതുപോലെ തന്നെ താൽക്കാലികമായി നിർത്തിവെച്ച ഒരു മത്സരമുണ്ട്. ഏതാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025. ഓക്കെ, കരാറുകൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മുൻപ് പഠിച്ചു. അതിനോടൊപ്പം ഈ 2 കാര്യങ്ങളും കൂടി ഓർത്തുവയ്ക്കുക. ഇൻ്റർനാഷണൽ ലെവലിൽ രൂപീകരിക്കപ്പെട്ടിട്ട് 25 വർഷം പൂർത്തിയാകുന്ന ഒരു സംഘടനയാണ് UNFF. എന്താണ്? 25 വർഷം പൂർത്തിയാക്കുന്ന ഒരു സംഘടനയാണ് UNFF എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ഫോറം ഓൺ ഫോറസ്റ്റ് എന്നുള്ളതാണ്. ഇത് രൂപീകരിച്ചിരിക്കുന്നത് എക്കോസോക്കാണ്. UNFF രൂപീകരിച്ചിരിക്കുന്നത്. അതിന് 25 വർഷം ഈ 2025 പൂർത്തിയാകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പ്രയോഗിച്ച സ്കാൽപ്പ് മിസൈൽ, ഇതിൻ്റെ നിർമ്മാണം ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് സ്കാൽപ്പ് നിർമ്മിച്ചത്? ഈ ഒരു ചോദ്യത്തിൽ ഇന്ത്യ ഒരു ഓപ്ഷനായിട്ട് വന്നാൽ നമ്മൾ ഉറപ്പായിട്ട് ഇന്ത്യ എഴുതും അല്ലേ? പക്ഷേ ഇന്ത്യ അല്ല, UK ആൻഡ് ഫ്രാൻസ് ആണ്. ആരൊക്കെയാണ്? UKയും ഫ്രാൻസും ചേർന്നിട്ടാണ് നിർമ്മിച്ചത്? സ്കാൽപ്പ് നിർമ്മിച്ചത്. സ്കാൽപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ലോങ് റേഞ്ച് ആൻഡ് ഡീപ്പ് സ്ട്രൈക്ക് മിഷന് വേണ്ടിയിട്ടാണ് സ്കാൽപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ലോങ് റേഞ്ച് ആൻഡ് ഡീപ്പ് സ്ട്രൈക്ക് മിഷന് വേണ്ടിയിട്ടാണ് സ്കാൽപ്പ് മിസൈൽസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2025 മെയ് 7-ന് നമ്മുടെ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ല് നടത്തപ്പെട്ടു അല്ലേ? എല്ലാവരും അറിഞ്ഞു. സൈറണൊക്കെ മുഴക്കിക്കൊണ്ട് ഒരു ഡിഫൻസ് മോക്ക് ഡ്രില്ല് നടന്നു. ഇതിൻ്റെ പേരെന്താണ്? 2025 മെയ് 7-ന് ദേശീയവ്യാപകമായി നടത്തപ്പെട്ട സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിൻ്റെ പേരാണ് ഓപ്പറേഷൻ അഭ്യാസ്. എന്താണ്? ഓപ്പറേഷൻ അഭ്യാസ്. അടുത്തത്, ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ട് ഉണ്ടല്ലോ, ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ട് അവതരിപ്പിച്ച രാജ്യം. അടുത്തിടെ ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് 2025 മെയ്യിൽ. ഈ പദ്ധതിയുടെ പേരെന്താണ്? ജ്യോതി എന്നുള്ളതാണ്. എന്താണ്? ജ്യോതി. എന്താണ് ജ്യോതി? അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക, ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. ഇത് നടപ്പിലാക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ജ്യോതി എന്ന് പറയുന്നത്. നൽസയുടെ 13-ാം എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് സ്ഥാനമേറ്റത് ആരാണ്? നൽസയുടെ 13ാമത് എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് സ്ഥാനമേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത്. നൽസ എന്ന് പറഞ്ഞാൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്നുള്ളതാണ്. എന്താണ് നൽസ? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ഓക്കെ അല്ലേ? ഈ ഇടയ്ക്ക് ADBയുടെ, അതായത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 58ാമത് വാർഷിക സമ്മേളനം നടന്നു. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? ADB അഥവാ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ എത്രാമത്തെ സമ്മേളനമാണ് നടന്നത്? 2025 58ാം സമ്മേളനം. ഈ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. ഓക്കെ, നിർമ്മല സീതാരാമനാണ് പങ്കെടുത്തത്. പുലിറ്റ്സർ പ്രൈസ് ഏത് വിഭാഗത്തിനാണ് നൽകുന്നത്? പുലിറ്റ്സർ പ്രൈസ് നൽകുന്നത്? ഏതിനാണ്? കല, ജേർണലിസം, ഇവയ്ക്കാണ് പുലിറ്റ്സർ പ്രൈസ് നൽകുന്നത്. ഓക്കെ അല്ലേ? ഇത് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഇപ്പോൾ പുലിറ്റ്സർ പ്രൈസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രഖ്യാപിക്കുന്നത് ആരാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ല പെട്ടെന്നല്ലേ? ആരാണ് പ്രഖ്യാപിക്കുന്നത്?
USA കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് പുലിറ്റ്സർ പ്രൈസ് പ്രഖ്യാപിക്കുന്നത്. 1917 മുതൽ പുലിറ്റ്സർ പ്രൈസ് നൽകപ്പെട്ടു തുടങ്ങി. 1917 മുതൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് കലാ ജേർണലിസം വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പുലിറ്റ്സർ പ്രൈസ് വിഭാവനം ചെയ്തത്. ഓക്കെ അല്ലേ? മെയ് 12 പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? മെയ് 12 പ്രത്യേകത അന്താരാഷ്ട്ര നഴ്സസ് ഡേ ആണ്. മെയ് 12, മെയ് 12. ഇത് 1965 മുതലാണ് ആചരിക്കുന്നത്. 1965 മുതലാണ് നഴ്സസ് ഡേ മെയ് 12 ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ മറ്റൊന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്, മുമ്പും പറഞ്ഞു. മെയ് 13 സഞ്ജീവ് ഖന്ന വിരമിച്ചു. ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന മെയ് 13 വിരമിച്ചു. അദ്ദേഹം ആരായിരുന്നു? 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ അല്ലേ? 52ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് വരുന്നത് ആരാണ്? ബി.ആർ. ഗവായി ആണ് അല്ലേ? ബി.ആർ. ഗവായി ആണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ പേരും കൂടി നമ്മൾ നോക്കി വെച്ചേക്കണം. ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ്. ഭൂഷൺ രാമകൃഷ്ണൻ ഗവായി ആണ് 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആ നമ്പറൊന്നും മറന്നു പോകരുത് കേട്ടോ. BR അല്ലേ? 2 എന്ന് ഓർമ്മിക്കണം. 6 രാസം ഉണ്ടല്ലേ? 2. ഓക്കെ. ബി.ആർ. ഗവായ് 2. ഈ കഴിഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യ ആ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച ഡ്രോൺ അറിയാമോ? ഏതാണ്? സോങ്ങറാണ്. ഏതാണ്? സോങ്ങർ ഡ്രോൺസാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. ഇത് നിർമ്മിച്ചത് ആരാണ്? തുർക്കിയാണ് സോങ്ങർ ഡ്രോൺസ് നിർമ്മിച്ചത്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. അതിനെ തുടർന്ന് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അതൊരു ചരിത്രമാണ്. എന്താണ്? ഒരു റെക്കോർഡാണ്. അതെന്താണ്? ആദ്യത്തെ അമേരിക്കൻ പോപ്പാണ്. ആദ്യത്തെ അമേരിക്കൻ വ്യക്തിയാണ്. മാർപ്പാപ്പയാകുന്ന ആദ്യത്തെ അമേരിക്കൻ വ്യക്തിയാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്ന് പറയുന്നത്. ആരാണ്? റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ്. ഓക്കെ. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ഒരു കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കർദിനാൾമാരുടെ ആ ഒരു കൂട്ടം, അതിന് പറയുന്ന പേരാണ് കോൺക്ലേവ്. അപ്പോൾ നമ്മുടെ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റിനെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ 133 കർദിനാൾമാരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരാണ്? 133 കർദിനാൾമാർ. ഈ 133 പേര് കർദിനാൾമാരടങ്ങുന്ന കോൺക്ലേവാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റിനെ തിരഞ്ഞെടുത്തത്. ഓക്കെ. 72ാമത് മിസ് വേൾഡ് മത്സരം ഈ മെയ്യിൽ നടന്നു കേട്ടോ. അത് നമുക്ക് പ്രധാനമാണ്. കാരണം ഇത് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. ഓക്കെ അല്ലേ? 72ാമത് മിസ് വേൾഡ് മത്സരം നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ഹൈദരാബാദിലാണ് നടന്നത്. എവിടെയാണ്? ഹൈദരാബാദിൽ. കഴിഞ്ഞ തവണ നടന്നത് മുംബൈയിലായിരുന്നു. എവിടെയായിരുന്നു? മുംബൈയിൽ. ഓക്കെ. അത് ഓർത്തു വയ്ക്കുക. ഇത്തവണ ഹൈദരാബാദ്, കഴിഞ്ഞ തവണ നടന്നത് മുംബൈയിലാണ്. വേൾഡ് റെഡ് ക്രോസ് ഡേ. റെഡ് ക്രോസിൻ്റെ ഡേ ഏതാണ്? മെയ് 8 ആണ്. ഓക്കെ. വേൾഡ് റെഡ് ക്രോസ് ഡേ എന്നാണ്. മെയ് 8 ആണ്. ഓർത്തു വയ്ക്കുക. ഈ വർഷത്തെ പ്രമേയം, അപ്പോൾ നമ്മൾ ദിനങ്ങളെല്ലാം പഠിക്കുമ്പോൾ പ്രമേയം പഠിക്കണം. 2025 പ്രമേയം എന്ന് പറയുന്നത് കീപ്പിംഗ് ഹ്യൂമാനിറ്റി എലൈവ്. എന്താണ്? കീപ്പിംഗ് ഹ്യൂമാനിറ്റി എലൈവ്. മാനവികത എന്ത് ചെയ്യുക? എലൈവായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ? ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം അറിയാലോ, വാഷിങ്ടൺ ആണ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡ്യുനൻ്റ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. 2025 സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? 2025 സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് നടന്നത് അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഇത്തവണ 6 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഓക്കെ അല്ലേ? ഇത് സാഫ് അണ്ടർ 19 ആരംഭിച്ചത് 2015 മുതലാണ്. 10 വർഷങ്ങൾ പിന്നിട്ടു. 2015 മുതൽ ആരംഭിച്ചു. ഈ 10 വർഷം പിന്നിട്ടപ്പോൾ 3 പ്രാവശ്യമാണ് ഇന്ത്യ വിന്നേഴ്സായത്. ഓക്കെ. ഇന്ത്യ വിൻ ചെയ്തത് എത്ര തവണയാണ്? 3 തവണയാണ്. ഇത്തവണ എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്? 6 രാജ്യങ്ങൾ. എവിടെ വെച്ചാണ് നടക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഏതാണ്? സാഫ് അണ്ടർ 19 2025 നടന്നത് അരുണാചൽ പ്രദേശിൽ വച്ചിട്ടാണ്. ഓക്കെ അല്ലേ? പോലീസ് ജോലികളിൽ 20% അഗ്നിവീർന്ന് മാറ്റിവെച്ചൊരു സംസ്ഥാനമുണ്ട്. ഏതാണ്? ഹരിയാന അല്ലേ? ഹരിയാനയുടെ മുഖ്യമന്ത്രിയായ നയാബ് സിംഗ് സൈനിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്താണ്? ഈ പോലീസ് ജോലികളിൽ 20% ആർക്കാണ്? അഗ്നിവീർന്നായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം. ഓക്കെ അല്ലേ?
12ാമത് ആഗോള ബഹിരാകാശ സമ്മേളനം അഥവാ GLEX നടന്നത് എവിടെ വെച്ചാണ്? 12ാമത് ആഗോള ബഹിരാകാശ സമ്മേളനം 2025 നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. ന്യൂഡൽഹിയിലാണ് നടന്നത്. 2025 മെയ് 7 മുതൽ മെയ് 9 വരെയായിരുന്നു സമ്മേളനം നടന്നത്. അപ്പോൾ ഇത്തവണത്തെ പ്രമേയം 2025 പ്രമേയം എന്ന് പറയുന്നത് റീച്ചിങ് ന്യൂ വേൾഡ്സ് എ സ്പേസ് എക്സ്പ്ലോറേഷൻ റിനൈസൻസ് എന്നുള്ളതാണ്. ഓക്കെ, റീച്ചിങ് ന്യൂ വേൾഡ്സ് എ സ്പേസ് എക്സ്പ്ലോറേഷൻ റിനൈസൻസ്. അടുത്തത് സൗരോർജ്ജവും സുരക്ഷിതമായ ജലലഭ്യതയുമുള്ള ആദ്യത്തെ ഹരിത ഗ്രാമം. ഇന്ത്യയിലെ സൗരോർജ്ജവും സുരക്ഷിതമായ ജലലഭ്യതയുമുള്ള ആദ്യത്തെ ഹരിത ഗ്രാമം എന്ന ക്രെഡിറ്റ് ലഭിച്ചിരിക്കുന്നത് രംഗചേരാക്കാണ്. എവിടെയാണ്? രംഗചേര ഗ്രാമം, ത്രിപുരയാണ് കേട്ടോ. ത്രിപുരയിലെ രംഗചേര ഗ്രാമം. ഓക്കെ അല്ലേ? അടുത്തത് ഭീകരവാദ ഇരകൾക്ക് വേണ്ടിയിട്ട് UN ആരംഭിച്ച ആഗോള സംഘടന. 2025 ഏപ്രിൽ 28 ഒരു പുതിയ സംഘടന UN ആരംഭിച്ചു. എന്താണ്? ഭീകരവാദ ഇരകൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണം, പുനരധിവാസം തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചതിൻ്റെ പേരാണ് വോട്ടാൻ. എന്താണ്? വോട്ടാൻ, VOTAN. എന്താണ്? വിക്ടിംസ് ഓഫ് ടെററിസം അഡ്വക്കസി നെറ്റ്വർക്ക്. എന്താണ്? വിക്ടിംസ് ഓഫ് ടെററിസം അഡ്വക്കസി നെറ്റ്വർക്ക്. 2025 ഏപ്രിൽ 28 ആരംഭിച്ചത്. ഇത് റീസെൻ്റ് ആയതുകൊണ്ട് അത് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഓക്കെ അല്ലേ? 2025 മെയ്യിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ പ്രവർത്തനം. ഓക്കെ, നമുക്കതറിയാം അല്ലേ? ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ തീവ്രവാദ സംവിധാനങ്ങൾ, ആ സൗകര്യങ്ങളൊക്കെ നശിപ്പിക്കുക, തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യമായിരുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് മെയ് 7 9 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ആ നമ്പറൊക്കെ നോക്കി വയ്ക്കുക. 9 തകർത്തു. ഓക്കെ അല്ലേ? 11ാമത് SMLME സമ്മേളനം. SMLME എന്ന് വെച്ചാൽ സീ ട്രേഡ് മാരിടൈം ലോജിസ്റ്റിക് മിഡിൽ ഈസ്റ്റ് എന്നുള്ളതാണ്. എന്താണ്? സീ ട്രേഡ് മാരിടൈം ലോജിസ്റ്റിക് മിഡിൽ ഈസ്റ്റ്. ഇതിൻ്റെ സമ്മേളനം 11ാമത് സമ്മേളനം ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്നു. എവിടെയാണ് നടന്നത്? ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്നു. ഓക്കെ അല്ലേ? ഓക്കെ, വീക്കിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കാണുക. ലാസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മന്ത്ലി കറണ്ട് അഫെയർ ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.